ഉത്തരാധുനിക നവോത്ഥാന സിംഹം വെള്ളാപ്പള്ളി നടേശൻ ചൂടിലാണ്. എന്താണ് ബ്രോ മോഡേണോ? നീ വിഷമിക്കാതിരിക്കെ, അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും. അത് കാര്യമാക്കാനില്ല. ഗുരുവിന്റെ മഹത്തായ സന്ദേശം കേട്ടുകൊണ്ട് ആരംഭിക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിലൊരാളുണ്ടേ. മണ്ടൻ കുടാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. വെള്ളാപ്പള്ളിനെ കുറിച്ച് പറയുമ്പോ സഖാവിന് 100 നാവാ. ഇതിനൊക്കെ കാരണം ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷിയാണ്. എന്താണ് ബ്രോ മോഡേണോ? ശകലകലാവല്ലഭൻ. ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? പിന്നെ ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള അവതരണ രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും കാണും. അതും ശരിയാണ്. 9 വർഷത്തിന് കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാവും. ഇവർക്ക് ഈ അച്ചടി ഭാഷ മനസ്സിലാവില്ല. നാടൻ ഭാഷ പറഞ്ഞ എങ്ങനെ ഇരിക്കും? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നത്. നിലപാട് എന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. പാർട്ടി ആർക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. ഞാൻ എന്ത് തെറ്റിയത്? തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് മുതലാളി? എന്താണ് ബ്രോ മോഡേണോ? തട്ടിയോ? ഞാൻ തട്ടിയെന്ന് പറഞ്ഞാണ്. ഞാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. എന്ത് വന്നാലും നീ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതാണോടാ നോക്കി നിന്നോളാമെന്നാണോ നീ പറഞ്ഞത്? എങ്ങനെയാണ് ഈ തട്ടി മെഴുകലിന്റെ തുടക്കം? ഞങ്ങൾക്ക് മലപ്പുറത്ത് ഒരു സ്കൂളില്ലേ? ഉണ്ടോ? മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്. ഇയാൾക്ക് പിരാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? ഒഴികെ മറ്റ് 11 ജില്ലകളിലും ഇൻഡല്ലോ അല്ല സ്ഥലമുണ്ടോ? എല്ലാം ഉണ്ട്. പിന്നെന്താണ് പ്രശ്നം? അനുവാദം തരണം. അനുവാദം വേണം പോലെ. ആർക്കും പുതിയ സ്കൂൾ അനുവദിച്ചിട്ടില്ല. അടിപൊളി. മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാറ് അധ്വാനിച്ച് ജീവിക്കണ. പുതും ചോദിച്ചാല് 9 കൊല്ലായിട്ട് നിങ്ങൾ നോക്കിയില്ലേ എന്നല്ലേ ചോദിച്ചുള്ളൂ. അതിനകത്ത് എവിടെയാണ് ധാർഷ്ട്യം? ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. എന്റെ പഞ്ചായത്ത് തട്ടിമാറ്റിയല്ലോ. ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇങ്ങനെ പഴം വെക്കുന്നത്. അസൂയ. നാട്ടുകാർക്ക് മുഴുവൻ എന്നോടും അച്ഛനോടും അസൂയ. ചവിട്ടില്ലല്ലോ മുതലാളി, അപ്പൊ നമുക്ക് ചോദ്യം ചോദിച്ചാൽ കൈകാര്യം ചെയ്താളെ. അവർ തീവ്രവാദിയാണ്. വളരെ മോശമായി. അത് നിങ്ങൾ ഗുരുവചനം ഒന്ന് ഉച്ചരിച്ചോ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സകലരും സ്വനരത്തിന്. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഈ വെള്ളം അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അയാളെ ഇതില് മുക്കി കാച്ചി വടിക്കണം. ഈ പന്നിയുടെയൊക്കെ രോമം കളയില്ലേ ചന്തയില്, ആ മെത്തേഡ് ഈ മെത്തേഡ്. ഗുരുവചനം മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. പക്ഷെ പ്രവൃത്തിയിൽ നെഹി എന്ന് പറഞ്ഞാൽ നെഹി. തീവ്രവാദി അത് നീ പറയും. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. വെളിവെന്തെങ്കിലും ഉണ്ടോ? മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്, അതൊക്കെ എനിക്കറിയാം. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? മുതലാളി, നിങ്ങള് തീവ്രവാദിയാക്കിയതിന്റെ തെളിവ് പെട്ടെന്ന് തന്നെ കാണിച്ചു കൊടുക്കണേ. പ്രേക്ഷകർ അക്ഷമരായി കത്തിക്കാണ്. തീവ്രവാദമായി സംസാരിക്കുന്നവൻ തീവ്രവാദി, ഓ ഓ ഓ ഓ ഓ മിതമായി സംസാരിക്കുന്നവൻ മിതവാദി. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.